എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ആക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്കുള്ള ആവശ്യത്തിന് 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്ത് വെക്കാം. ഉള്ളി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു തുണിയും കൊണ്ട് തുടച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. ഈ 3 ഉള്ളിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ സൈസിൽ തന്നെയാണ് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കൂടി കിടക്കുന്നത് നമ്മൾ അരിഞ്ഞ അതിൽ തന്നെ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അത് വേറെ വേറെ ആക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. ഇതിലേക്ക് 3 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലെ വീഡിയോകൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കാനുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഗ്യാസിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തോട്ട് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചൊരു വാടി കിട്ടണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആ പൊടിയുടെ മണം മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഉള്ളി അച്ചാർ റെഡി ആവുന്നുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.